ഹായ് എവ്രി വൺ. NPCIL ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ BSCയും MSCയും ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്നുള്ളതും 60,000 മേ ബി അത് HRIയും അലവൻസ് ഒക്കെ ആകുമ്പോഴേക്കും 70,000 പെർ മന്തിലേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് സാലറി സ്കെയിലുള്ള നല്ലൊരു പോസ്റ്റാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട് നോക്കാം. അതിനു മുൻപേ നമ്മൾ ഒരുപാട് ഈ മന്തിൽ തന്നെ HPCL വേക്കൻസി, അതേപോലെ NTPC റിക്രൂട്ട്മെന്റ്, അതേപോലെ തന്നെ BIS റിക്രൂട്ട്മെന്റ്, ഇതൊക്കെ വിത്തിൻ 1 മന്തിനുള്ളിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത വേക്കൻസീസ് ആണ്. അപ്പോൾ ഒരുപാട് വേക്കൻസീസ് ആക്ച്വലി വരുന്നുണ്ട്. നമ്മളെ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം PSC മാത്രമല്ല, നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസും കൃത്യമായിട്ട് എഴുതി നോക്കുക. എല്ലാം കെമിസ്ട്രി തന്നെയാണ് അല്ലേ. കെമിസ്ട്രി തന്നെയാകുമ്പോൾ MSc ലെവലിലുള്ള സിലബസിൽ നല്ല രീതിയിലുള്ള കൺസെപ്ച്വൽ നോളജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏത് എക്സാമും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും വേക്കൻസീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, അപ്ലൈ ചെയ്യുക. ആൻഡ് അഗെയിൻ NPCIL ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീ ഇല്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ NPCIL കരിയേഴ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കരിയേഴ്സിലേക്ക് വരിക. കരിയേഴ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ സീരിയൽ നമ്പറിലുള്ള ആദ്യത്തെ അഡ്വർടൈസ്മെന്റ് നോക്കുക. സ്റ്റാർട്ട് ഡേറ്റ് 28 മെയ് ആണ്, ലാസ്റ്റ് ഡേറ്റ് ജൂൺ 17 ആണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിതാ ക്ലിക്ക് ഹിയർ ടു വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ യെസ്, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ തിരിച്ചു വന്നിട്ട് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ പോസ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾക്ക് ഹിന്ദിയിൽ കാണാൻ പറ്റും. താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും അഡ്വർടൈസ്മെൻറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്ന് നോക്കാം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു ഈ മാസം തന്നെ 4 പോസ്റ്റൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ BSc MSc സിലബസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. BSc MSc സിലബസ് കവർ ചെയ്തുകൊണ്ട് നമ്മളുടെ അനലിസ്റ്റ് കേരാഫിഡിൻ്റെ കോഴ്സും അതേപോലെ തന്നെ ജൂനിയർ കെമിസ്റ്റ് മൈനിങ് ആൻഡ് ജിയോളജിയും നമ്മൾ കംപ്ലീറ്റ് കോഴ്സ് കവർ ചെയ്യുന്നുണ്ട്. ഈ എക്സാംസിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കൺസെപ്ച്വൽ നോളജ് നിങ്ങളുടെ വളരെ കൂടുകയും ചെയ്യും. ഇതേപോലെയുള്ള എക്സാംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഓൾറൈറ്റ്, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ നെയിം. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞതുപോലെ ജൂൺ 17 ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഇല്ല. ഇനി മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പോലും അപ്ലിക്കേഷൻ ഫീ വരുന്നത് വെറും 150 രൂപയാണ്. സോ എല്ലാവരും അപ്ലൈ ചെയ്യുക, എക്സാം എല്ലാം എഴുതുക. ഓക്കെ, ഇനി നമ്മുടെ വേക്കൻസി ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സീരിയൽ നമ്പർ സെക്കൻഡിൽ സ്റ്റൈപ്പൻഡറി ട്രെയിനീസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ആദ്യത്തെ ഒരു 1.5 വർഷം ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ട്രെയിനീസ് ആയിരിക്കും. അതിനുശേഷമാണ് നിങ്ങൾക്ക് സയൻറ്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടുക. അറൗണ്ട് ഒരു 70,000 ഒക്കെ നിങ്ങൾക്ക് പെർ മന്ത് സാലറി ഈസി ആയിട്ട് ഇൻ ഹാൻഡ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ താഴോട്ട് നോക്കാം. നമുക്ക് നോക്കിക്കോളൂ. നമ്മുടെ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് 3 പോസ്റ്റാണ് ഉള്ളത്. ഇനി ഈ 3 പോസ്റ്റും ആക്ച്വലി കാറ്റഗറി റിസർവ്ഡ് ആണ്. SCക്കാർക്ക് ഒരു പോസ്റ്റ്, OBCക്കാർക്ക് ഒരു പോസ്റ്റ്, അതേപോലെ EWS ഒരു പോസ്റ്റ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഇവിടെയുണ്ട്. യെസ്, നമുക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റൈപ്പൻഡറി ട്രെയിനീസ് ഓർ സയൻറ്റിഫിക് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി ആസ് പ്രിൻസിപ്പൽ ആൻഡ് ഫിസിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആസ് സബ്സിഡറി. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. ഇനി താഴോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? ജൂൺ 16 ആണ് അല്ലേ. ആ 16ന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഫുൾഫില്ല് ചെയ്തിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. ഓൾറൈറ്റ്, ഇനി താഴോട്ട് വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ടേംസ് ഓഫ് ട്രെയിനിങ് എങ്ങനെയാണ്? ആദ്യത്തെ 1.5 വർഷം 18 മന്ത്സ് നിങ്ങൾ എന്തായിരിക്കും? ഒരു സ്റ്റൈപ്പൻഡറി ട്രെയിനി ആയിരിക്കും. പക്ഷേ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും. ആദ്യത്തെ 1 വർഷം, അതായത് 12 മാസം 24,000 പെർ മന്ത് ആയിരിക്കും നിങ്ങളുടെ സ്റ്റൈപ്പൻഡ്. അതിനുശേഷം നെക്സ്റ്റ് 6 മന്ത്സ് എന്ന് പറയുന്നത് 26,000 പെർ മന്ത് ആയിരിക്കും നിങ്ങളുടെ സ്റ്റൈപ്പൻഡ്. ആൻഡ് ഇവിടെ എന്തായാലും ഒരു ബോണ്ട് ഉണ്ടാകും. ബോണ്ട് എന്ന് പറയുന്നത് 4,47,000-ൻ്റെയാണ്. ഇത് നിങ്ങൾ എമൗണ്ട് ആയിട്ടൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുത്താൽ മതി. അതായത് ചെക്കൊക്കെ കൊടുത്താൽ മതി.
ഓക്കെ. അതായത് മിനിമം 4.5 ഇയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ വർക്ക് ചെയ്യണം ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ്. ഒരു പ്രാവശ്യം നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ പോസ്റ്റ് ഒഴിവാക്കത്തില്ല. അത്രയും നല്ല അലവൻസ് ഒക്കെയാണ് NPCL പ്രൊവൈഡ് ചെയ്യുന്നത് എംപ്ലോയീസിന് വേണ്ടിയിട്ട്. ആൻഡ് പേ ആൻഡ് അപ്പോയിൻമെൻറ്റ് നോക്കി, നിങ്ങൾ പേ ഓൺ അപ്പോയിൻമെൻറ്റ് നോക്കി, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് B 1.5 വർഷത്തിന് ശേഷം നിങ്ങൾ അപ്പോയിൻമെൻ്റ് ആകും. 35,400 ആണ് പേ സ്കെയിൽ വരുന്നത്. ഇവിടെ നോക്കൂ, 55% ഡിയറൻസ് അലവൻസ് ആണ്. ഇത് നോക്കുമ്പോൾ തന്നെ എന്തായിരിക്കും നമ്മുടെ സാലറി എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 55 to 60K വരും. അതിന് പുറമെ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, HRA, ലീവ് ട്രാവൽ അലവൻസ് പോലും ഉണ്ട്. അതേപോലെ എല്ലാ രീതിയിലുള്ള അലവൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക്, റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് കേബിൾ TV എക്സ്പെൻഡിച്ചർ, അങ്ങനെ എല്ലാമുള്ള കാര്യങ്ങളും ഉണ്ടാവും. ക്യാൻറ്റീൻ സബ്സിഡി എന്നിങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള അലവൻസും NPCL എംപ്ലോയീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഏജ് ലിമിറ്റ് നോക്കുക. ഏജ് ലിമിറ്റ് പറയുന്നത് 18 to 25 ഇയേഴ്സ് ആണ്. ഓഫ് കോഴ്സ് ഇവിടെ റിലാക്സേഷൻ ഉണ്ട്. SC/STക്ക് ആണെങ്കിൽ 5 ഇയേഴ്സ്, OBCക്ക് ആണെങ്കിൽ 3 ഇയേഴ്സ് നമ്മുടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ നോക്കിക്കോളൂ, ഇവിടെ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. യെസ്, മിനിമം ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ ആയിരിക്കണം ആൻഡ് വെയ്റ്റ് 45.5 kg എങ്കിലും ഉണ്ടായിരിക്കണം, ഓഫ് കോഴ്സ്. ആൻഡ് ഇനിയുള്ളത് സെലക്ഷൻ പ്രൊസീജിയർ ആണ്. നമുക്കൊരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകും, അതേപോലെ പേഴ്സണൽ ഇൻ്റർവ്യൂവും ഇവിടെ ഉണ്ടാകും. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ബൈലിംഗ്വൽ അല്ല, ട്രൈലിംഗ്വൽ ആയിരിക്കും. ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി. നമുക്ക് എന്ത് ഓപ്റ്റ് ചെയ്യാം? ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ. ഇനി ഓൺലൈൻ എക്സാമിനേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1.5 മണിക്കൂറായിരിക്കും നമ്മുടെ എക്സാമിനേഷൻ. 50 ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. ഓക്കെ. ഈ 50 ക്വസ്റ്റ്യനും ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ്. 2 മാർക്കാണെങ്കിൽ നമുക്ക് എത്ര മാർക്ക് ഉണ്ടാവും? 100 മാർക്കാണ് ഉണ്ടാകുക. ആൻഡ് റോങ് ആൻസേഴ്സിന് 0.5 മാർക്കായിരിക്കും പെനാൽറ്റി വരുന്നത്. ഓക്കെ. ഇനി ദ ക്വാളിഫയിങ് സ്റ്റാൻഡേർഡ്സ് എത്രയാണ്? ജനറൽ കാറ്റഗറി 40%, SC/ST, OBC ആണെങ്കിൽ എന്തായിരിക്കും? 30% മാത്രമേ ക്വാളിഫയിങ് ക്രൈറ്റീരിയ ഉള്ളൂ. ആൻഡ് ഓൺലൈൻ എക്സാമിന് ശേഷം ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 100 മാർക്സ് ആയിരിക്കും. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ ക്വാളിഫയിങ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 40%, അതേപോലെ SC/ST, OBCക്ക് 30% മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കി കാണാം. ഇവിടെ അപ്ലിക്കേഷൻ ഫീ എത്രയാണ്? നേരത്തെ പറഞ്ഞതുപോലെ 150 ആണ്. പക്ഷേ ഫീമെയിൽ അപ്ലിക്കൻസ്, SC/ST, PWBD, എക്സ് സർവീസ് മാന് എന്ത് ചെയ്തിട്ടുണ്ട്? ആർ എക്സംപ്റ്റഡ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീ. അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും തന്നെ അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓൾ റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നോക്കിക്കാണേണ്ടത്. ഇവർ വളരെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്, വുമൺ കാൻഡിഡേറ്റ്സ് ആർ എൻകറേജ് ടു അപ്ലൈ. അപ്പോൾ എന്തായാലും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുക. എല്ലാവരും നല്ല രീതിയിൽ തന്നെ MSc വരെയുള്ള സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. എപ്പോഴാണോ ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു എക്സാമിനേഷൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ മാസം തന്നെ BSc MSc ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേക്കൻസിയാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.